നമസ്കാരം. നമ്മളുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ചില സൂചനകൾ തരാൻ വേണ്ടിയാണ്. നമ്മളുടെ ജീവിതം, നമ്മളുടെ നാട്, നമ്മുടെ നാട്ടിലെ ജനങ്ങൾ അവരെങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നത് എന്ന് നിങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്താനാണ് ഞാൻ ശ്രമിക്കുന്നത്. അതിൻ്റെ അപ്പുറത്ത് എനിക്ക് ഇതിനകത്ത് പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നുമില്ല. ഇത്തരം വീഡിയോകൾ ചെയ്താൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് പ്രോത്സാഹനം ഉണ്ടാകും എന്നുള്ള വിശ്വാസവും എനിക്കില്ല. ചുമ്മാതെ നിങ്ങൾ കണ്ടുപോവുക. നിങ്ങളിൽ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഗുണം ചെയ്യുന്നെങ്കിൽ അതാണ് സന്തോഷം. നമുക്ക് കഥയിലേക്ക് വരാം. നമ്മളറിഞ്ഞു കഴിഞ്ഞ ദിവസം പട്ടാളത്തിൽ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് MNS മിലിറ്ററി നേഴ്സിംഗ് സർവീസിൽ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് ദ്രോണ ഡിഫൻസ് അക്കാഡമി അടൂരിൽ പ്രവർത്തിക്കുന്നതും അവിടെ പഠിച്ചിരുന്ന ഒരു കുട്ടി കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തതും നമ്മൾ അറിഞ്ഞതാണ്. അതിനുശേഷം കുളിക്കുന്ന വീഡിയോ നഗ്നമായിട്ടാണല്ലോ കുളിക്കുന്ന ഒരു ഹോസ്റ്റലിൽ പോയ ബാത്റൂമിൽ എന്തായാലും അങ്ങനെ നമുക്ക് വിശ്വസിക്കാം. ആ കുളിക്കുന്ന വീഡിയോ ഇയാള് കുഞ്ഞിനെ കാണിച്ചു. ഇനി എന്തൊളിച്ച് വെക്കാൻ? അയാള് മോളോടല്ല എന്നോട് ചോദിച്ചു, വാട്സപ്പൊക്കെ എടുത്തൂടെ, നമുക്ക് ചാറ്റിൽ കൂടെ. ഞാൻ പറഞ്ഞു എനിക്ക് ആ തരമല്ല. പുള്ളി പറയുന്നത് ഇനി ഇങ്ങനെയുള്ള ഇതിനാണ് വിടണ്ട, അവൾക്ക് കയറിപ്പോകാൻ പറ്റുമെങ്കിൽ മാത്രം ഒരു ഫിസിക്കൽ. ഞാനപ്പോൾ പറഞ്ഞു സാറേ, അവിടെ ഏറ്റവും വലിയ അവൾക്ക് വൈരാഗ്യമുള്ള അവിടെ അച്ഛൻ, ഇപ്പോൾ ഈ ബോഡിക്ക് പിടിക്കുന്ന ആൾ. ആ മനുഷ്യൻ്റെ മുഖം ഒന്ന് അവൾ മനസ്സിൽ ഓർത്താൽ കോന്നിന്ന് തിരുവനന്തപുരം വരെ അവൾ ഓടിപ്പോവും. അത്രയ്ക്കും വൈരാഗ്യം ആ വ്യക്തിയോട്. അയാളുടെ ഇഷ്ടത്തിന് വഴങ്ങി കൊടുക്കുന്നില്ല, അതാ മെയിൻ കാര്യം. അയാൾക്ക് പ്രായമോ അല്ലെ കുഞ്ഞാന്നോ അങ്ങനെയൊന്നുള്ള രീതിയില്ല. അയാൾക്ക് കൊണ്ടൊരു മോള്, അതെന്ത് വിശ്വസിച്ച് ആ വീട്ടിൽ കിടന്നുറങ്ങും? അവിടെ ആ കുളിക്കുന്ന വീഡിയോ നഗ്നമായിട്ടാണല്ലോ കുളിക്കുന്ന ഒരു ഹോസ്റ്റലിൽ പോയ ബാത്റൂമിൽ എന്തായാലും അങ്ങനെ നമുക്ക് വിശ്വസിക്കാം. ആ കുളിക്കുന്ന വീഡിയോ ഇയാള് കുഞ്ഞിനെ കാണിച്ചു. ഇനി എന്തൊളിച്ച് വെക്കാൻ? മോള് പറഞ്ഞില്ല. എൻ്റെ മോടെ ആ അവസാനത്തെ ആ കച്ചിത്തുരുമ്പോടെ അവൾ തീർന്നേക്കുന്നത്. അതെനിക്കറിയാം. എൻ്റെ മോള് പറയാനുള്ള ലാസ്റ്റത്തെ വാക്കായത്. ഇല്ല, ഇയാൾ എന്തുകൊണ്ട് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് പോയേക്കുന്നു? അവസാനം എന്നോട് പറയാനൊന്നും കിട്ടിയില്ല. ഞാൻ 9:30 അമ്മ ഞാൻ കഴിക്കുവാ, കഴിച്ചിട്ട് ഞാൻ കിടക്കുവാന്ന് പറഞ്ഞു. ഒരു പ്രശ്നവും ഇല്ല. ഞാൻ വീട്ടിലില്ലായിരുന്നു. ഞാൻ കുമ്പഴ ഗ്രീൻ ലാൻഡ് ഹോട്ടലിൽ വർക്ക് ചെയ്യുക. അധ്യാപകനോട് സംസാരിച്ചു. മേല ടീച്ചർമാരോട്. ആ കുട്ടിയുടെ അമ്മ ആ സ്ഥാപന ഉടമയ്ക്കെതിരെ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചു. അതില് ഇയാള് ബാത്റൂമിൽ നിന്ന് കുളിച്ചിട്ട് നഗ്നമായി നിന്ന വീഡിയോകള് ഒക്കെ എടുത്ത് ആ സ്ത്രീക്കോ പെൺകുട്ടിക്കോ ഒക്കെ ഇയാൾ അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്തു എന്നുള്ള ആരോപണങ്ങൾ വരെ ആയിട്ടുണ്ട്. മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ വിശകലനം ചെയ്ത് നോക്കിയാൽ ഈ പ്രദീപ് എന്ന് പറയുന്ന ആ സ്ഥാപന ഉടമ, ദ്രോണ ഡിഫൻസ് അക്കാഡമിയുടെ ഉടമ, അത്ര നല്ലവനൊന്നുമല്ല. കാര്യം അവനൊരാൾ ഉടായ്പാണെന്ന് എനിക്ക് തന്നെ നന്നായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ ആദ്യം ഈ വിഷയത്തിലിട്ട ഒരു വീഡിയോ നിങ്ങൾ പോയി പരിശോധിച്ചാൽ അറിയാം. അവന് ഞാനുമായിട്ട് സംസാരിക്കുന്ന അതിനകത്ത് ചേർത്തിട്ടുണ്ട്. അപ്പം അതിനുശേഷം സംഭവം നടന്ന് അടുത്ത ദിവസം രാവിലെയാണ് ഞാൻ ഇവനെ വിളിക്കുന്നതും ഇവരുമായിട്ട് സംസാരിക്കുന്നതും. ഞാൻ പട്ടാളക്കാരനാണെന്നും യൂട്യൂബറാണെന്നും ബോധ്യമായതിനു ശേഷമാണ് അവൻ പിന്നെ വെച്ചത്. അതിനു മുൻപ് അവൻ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ് നിങ്ങൾ കേട്ടത്. നമ്മളുടെ പോലീസ് അന്വേഷിച്ചിട്ട് അവനെ ഇതുവരെ കണ്ടെത്താൻ കഴിയുന്നില്ലെന്നൊക്കെയാണ് ഖ്യാതി. എനിക്കറിയില്ല, അതിന് വിശദീകരണം തരേണ്ടത് നമ്മളുടെ പോലീസാണ്, നിങ്ങളുടെ പോലീസാണ്, എൻ്റെ അമ്മയുടെ മക്കളൊന്നുമല്ല. അപ്പം ഈ പോലീസ് എന്തുകൊണ്ട് കൃത്യമായിട്ട് നടപടി എടുക്കുന്നില്ല എന്നുള്ളതിന്റെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട്. നമ്മളുടെ പോലീസിന് ഒരു പരാതിയുമായിട്ട് സാധാരണക്കാരൻ പോയാൽ അവന് രാഷ്ട്രീയ പിൻബലമില്ലെങ്കിൽ, അവൻ ഏതെങ്കിലും ഒരു MP-യുടെയോ MLA-യുടെയോ പിൻബലമില്ലെങ്കിൽ പോലീസ് കേസ് കേൾക്കാൻ പോലും തയ്യാറാകാത്ത നാടാണ് നമ്മുടെ നാട്. ഇത് പിണറായി വിജയന്റെ കമ്മ്യൂണിസത്തെ വിമർശിക്കാൻ വേണ്ടിയിട്ടല്ല, യാഥാർത്ഥ്യമാണ് പറഞ്ഞത്. അങ്ങനെ ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. അതിനുശേഷം പോലീസ് ഇപ്പം ഏറിൽ തപ്പുവാണ് പ്രതി എവിടെ കിട്ടുമെന്ന്. അതവിടെ നിൽക്കട്ടെ. ഇനി ഞാൻ പറയാൻ പോകുന്നത്, അതിനുശേഷം ആ പെൺകുട്ടിയുടെ അമ്മ രാജി എന്ന് പറയുന്ന സ്ത്രീ, അവര് പറഞ്ഞു അവരുടെ ഭർത്താവ് ഗോവയ്ക്ക് പോയിരിക്കുകയാണെന്ന്. പക്ഷെ മാധ്യമങ്ങളിലൂടെ കഥകളെല്ലാം പുറത്തു വന്നു കഴിഞ്ഞാൽ അവർ പറയുന്നു
ഇത് വേറെ ഭർത്താവിന്റെ, രണ്ടാമത്തെ ഭർത്താവിന്റെ മകളായിരുന്നു എന്ന് ആദ്യം അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. പിന്നീട് ഇപ്പൊ പറയുന്നു രണ്ടാമത്തെ ഭർത്താവല്ല, ആദ്യത്തെ ഭർത്താവിന്റെ മകളായിരുന്നു. ഈ ആദ്യത്തെ ഭർത്താവും രണ്ടാമത്തെ ഭർത്താവും എവിടെ പോയി? തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ ദിവസം രാവിലെ ആദർശ് വീട്ടിൽ ഉണ്ടായിരുന്നു എന്നതാണ് പ്രതികരണം. സംശയങ്ങൾ ഒരുപാടുണ്ട്. ഒരിക്കലും അവൾ ആത്മഹത്യ ചെയ്യത്തില്ല, കാരണം അത്ര ബോൾഡാണ് അവള്. എനിക്കറിയാം, കുഞ്ഞുനാൾ മുതൽ അവളെ ഞാൻ വളർത്തിയതാണ്. എൻ്റെ നെഞ്ചത്ത് കിടന്ന എൻ്റെ കുഞ്ഞു വളർന്നത്. പ്രായത്തിൽ കൂടുതൽ പക്വത ഉണ്ടായിരുന്നു. സംശയം അത് പോലീസ് അന്വേഷിക്കണം. കാരണം ഞാൻ ഈ 1 വർഷമായിട്ട് ഈ പറയുന്ന മകളും ഞാനും പിന്നെ രാജീവായിട്ട് ഒരു കോണ്ടാക്ട് 1 വർഷമായിട്ട്. അത് പോലീസ് സ്റ്റേഷനിൽ പിന്നെ ഇവര് തന്നെയാണ് എന്നെ വേണ്ട, എൻ്റെ കൂടെ ജീവിക്കുന്നില്ല എന്നും പറഞ്ഞ് പോയത്. ഈ കുഞ്ഞിന്റെ പേര് പ്രക്കാടിക്കൽ മൊത്തം എൻ്റെ അഡ്രസ്സും കാര്യങ്ങളുമാണ്. ഗായത്രി ചന്ദ്രശേഖരനാണ് അവിടെ പേര്. ഞാൻ പറഞ്ഞത് അവിടെ വിടല്ലെന്ന് പറഞ്ഞത്. അത് ആ ഒരു പ്രശ്നം പറ്റിയിട്ടാണ് ഞാനും ഈ പറയുന്ന രാജീവ്, അതായത് എൻ്റെ ഭാര്യയായിട്ട് ഈ രാജീവായിട്ട് തെറ്റിപ്പോകും. ഞാൻ അന്വേഷിച്ചു. എന്നിട്ട് എൻ്റെ ട്രാക്ക് റെക്കോർഡ് കറക്റ്റ് അല്ല, നടത്തിപ്പിക്കാരുണ്ട്. അത് മോശമാണ്. ഞാൻ പറഞ്ഞു ഈ അഗ്നിപതിന് കുഞ്ഞ് അപ്പൊ ഈ വാൽവിന് കംപ്ലൈന്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ശരിയാണ്. പക്ഷെ ആ സ്ത്രീ പറഞ്ഞത് അതായത് ശ്രീജിത്തിനെ കൊണ്ടുപോയെന്നൊക്കെ ചുമ്മാതാ. പത്തനംതിട്ട ഇവിടെ തന്നെയായിരുന്നു കാർഡിയോളജിസ്റ്റിനെ കാണിച്ചത്. എവിടെ പോയെന്ന് എനിക്കറിയില്ല എന്നാണ് ഇവര് പറയുന്നത്. അപ്പൊ ഒരു സ്ത്രീക്ക് ഒരു ജീവിതകാലത്തില്, ജീവിത ദൈർഘ്യത്തില് എത്ര ഭർത്താക്കന്മാര് വേണമെന്നൊരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്, ആ സ്ത്രീയോട് ചോദിക്കുകയാണ്. ആദ്യത്തെ ഭർത്താവിന്റെയാണ് ഈ കുട്ടികൾ രണ്ടും എന്ന് പറയുന്നു. രണ്ടാമത്തെ ഭർത്താവ് പറയുന്നു അവനാണ് ഈ കുട്ടിയെ വളർത്തിയതെന്ന് പറയുന്നു. ഈ സ്ത്രീ പറയുന്നു അവനൊന്നും ചെയ്തിട്ടില്ല, അവൻ കുറച്ചു കാലം ഇവരുടെ പുറത്തതേ ഉള്ളെന്നാണ് ഇവർ പറയുന്നത്. പക്ഷെ മൂന്നാമത് ഒരു ഭർത്താവ് കൂടി ഇവർക്കുണ്ടായി. അപ്പൊ ആ സ്ത്രീയും ആ കുടുംബവും ആ കുടുംബത്തിന്റെ പോക്കും അത്ര പന്തിയല്ലെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാര്യം സാധാരണ മാന്യമായിട്ട് തൊഴിലെടുത്ത് ജീവിക്കുന്ന സ്ത്രീകളൊന്നും ഇങ്ങനെ ഒരു ജീവിത ദൈർഘ്യത്തില്, ഒരു ജീവിത കാലാവധിയിൽ 2-3 ഭർത്താക്കന്മാരെ ഒക്കെ വെച്ച് പൊറപ്പിക്കാന്ന് പറഞ്ഞാൽ ആ സ്ത്രീകൾ അത്ര ഫെയർ അല്ല എന്ന് തന്നെ എനിക്ക് പറയേണ്ടി വരും. പിന്നെ ഈ മരിച്ച പെൺകുട്ടി ഇതുമായിട്ട് നമ്മൾ ചേർത്ത് വായിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇത്തരം ഒരു കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരു പെൺകുട്ടിയെ മറ്റുള്ള ഭ്രാന്തന്മാര്, കാമഭ്രാന്തന്മാരായിട്ടുള്ളവന്മാര് പീഡിപ്പിക്കാനുള്ള ത്വര കൂടും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതാണ് അടൂരിലെ വിഷയം. ഇനിയും പോലീസ് ഇതിനകത്ത് ചായം പൂശുവോ വെള്ളം പൂശുവോ ഇതൊന്നും എനിക്കറിയില്ല. അതൊക്കെ അന്വേഷിക്കേണ്ട നാട്ടുകാരാണ്, നാട്ടിലെ പ്രമാണിമാരാണ്, മാന്യന്മാരാണ്. അവർ വേണേ അന്വേഷിക്കട്ടെ, ഇല്ലെങ്കിൽ ചത്ത കൊച്ചിന് പോയി, അവിടെ വീട്ടുകാർക്കും പോയി. നമുക്ക് ഇതിന്റെ അപ്പുറത്തൊന്നുമില്ല. ഒപ്പം ചേർത്ത് പറയേണ്ട രണ്ടാമതൊരു കഥയുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട ഒരു കഥയാണ് ആലപ്പുഴയിൽ ആലപ്പുഴ വാടക്കലിൽ അമ്മയുടെ ആൺസുഹൃത്തിനെ മകൻ ഷോക്ക് അടിപ്പിച്ചു കൊന്നുവെന്ന് പോലീസിന്റെ കണ്ടെത്തൽ. കഴിഞ്ഞ ശനിയാഴ്ചയാണ് കല്ലുപുരയ്ക്കൽ ദിനേശന്റെ മൃതദേഹം ഒഴിഞ്ഞ പറമ്പിൽ കണ്ടെത്തിയത്. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ അയൽവാസി കൂടിയായ കിരണാണ് പ്രതിയെന്ന് വ്യക്തമായി. ഇന്ന് രാവിലെ, ഇന്നലെ രാത്രി മൊത്തം അച്ഛൻ്റെ അടക്ക് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തൊട്ട് പോലീസുകാർ ഇവിടെ ഉണ്ടായിരുന്നു. നമ്മളോട്, എൻ്റെ ഹസ്ബൻഡിനോടും അനിയനോടും എല്ലാവരോടും സംസാരിച്ച് എല്ലാ ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട്. പിന്നെ രാത്രി 8-9 മണിയോടെ അവർ ഇവിടുന്ന് പോയി കഴിഞ്ഞ് പിന്നെ ഇന്ന് രാവിലെ ഒരു 9 മണിയോടെ തന്നെ എല്ലാവരും വന്ന് പിന്നെ വന്നതിൻ്റെ ആളിൻ്റെ എണ്ണം കൂടി വരുമായിരുന്നു. അത് അന്വേഷിച്ചു. അങ്ങനെ കരണ്ടടിപ്പിച്ച് മകൻ കൊന്നു. അത് ഇതിനെക്കാട്ടിൽ വിശിഷ്ടമായ ഒരു വിഷയമാണ്. ഈ അമ്മയുടെ കാമുകൻ എന്ന് പറയുമ്പം ചെറുപ്പക്കാരൻ, അവൻ അത്യാവശ്യം പ്രായമായവനാണ്, അവന്റെ ശതമാനം പൊങ്ങുന്ന സമയമാണ്. 10-25 വയസ്സ് പ്രായമുണ്ടെന്ന് തോന്നുന്ന പയ്യന്. പക്ഷെ ആ സ്ത്രീക്ക് അവരുടെ വീട്ടിൽ തന്നെ ഓൾറെഡി ഭർത്താവ് ഉണ്ട്. ആ ഭർത്താവ് ഉള്ള സമയത്താണ് ഇവര് രണ്ടാമതൊരു പുരുഷനുമായിട്ട്, അതായത് ചത്തുപോയ മോനുമായിട്ട് ഇവർക്ക് അത് തന്നെ. അപ്പം ആ സ്ത്രീയുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? അവർക്കൊരു പുരുഷൻ, അവരുടെ ഭർത്താവ് ഓൾറെഡി കൂടെ ഉള്ളപ്പോഴാണ് അവർ ഈ രമേശൻ എന്ന് പറയുന്ന ഈ ചത്തുപോയ പോക്രിയുമായിട്ട് അവർക്ക് ബന്ധങ്ങളുണ്ടായത്. അത് പ്രായപൂർത്തിയായ 10-25 വയസ്സായ മക്കൾ എങ്ങനെ സഹിക്കും? അവർക്കൊരു മാനമില്ലേ? ഈ തള്ള ആ മകന്റെ മാനത്തിന് എന്തെങ്കിലും ഒരു അല്പയിലും വില കൊടുത്തിരുന്നെങ്കിൽ ഇവർ ഈ വ്യഭിചരിക്കൽ അന്നേ പണ്ടേ നിർത്തണ്ടായിരുന്നോ? അവരുടെ കുട്ടികളുടെ ചെറുപ്പത്തിലൊക്കെ ഇവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്ത്, അത് പോട്ടെ, സഹിച്ചേനും. പക്ഷേ ആ യുവാവിന്റെ കൺമുൻപില് അമ്മ ചാരന്റെ അടുത്ത് ഡിങ്കോൾഫി കളിക്കുന്നത് കണ്ടപ്പം
അവൻ ചെയ്തത് തന്നെയാണ് കൃത്യം. അവന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലും ഇത് തന്നെ ചെയ്തേനും. ഒരുപക്ഷെ ഇതിനെക്കാട്ടിലൊക്കെ വളരെ മുമ്പേ ചെയ്തേനും. എന്തായാലും ആ ചെയ്യത്തിലൂടെ ആ ചെറുപ്പക്കാരന്റെ ജീവിതം കൂടെയാണ് ആ തള്ള തകർത്തത്. ആ ചെറുപ്പക്കാരൻ ചിന്തിക്കണമായിരുന്നു, ഇവര് എങ്ങനെയാലും ജീവിച്ചു പോട്ടെ, എനിക്ക് എന്റെ വഴി. അവൻ ആ വീട് കളഞ്ഞിട്ട് അവന് വേറെ എവിടെയും പോയി ജീവിക്കായിരുന്നു. ഇനിയിപ്പം ജയിലിൽ ജീവിതം പാഴാകുകയല്ലേ ചെയ്യുന്നത്. പ്രതികാരം കൊണ്ട് ഒന്നും നേടാൻ കഴിയില്ലെന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇതിനിടയ്ക്ക് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യങ്ങള്, നമ്മളുടെ നാട്ടിലെ സ്ത്രീകൾക്ക് എത്ര പുരുഷന്മാർ വേണം, എത്ര ഭർത്താക്കന്മാർ വേണം ഒരേ സമയത്ത്? 1, 2, 3, 4, 5, 6 പുരുഷന്മാരെ വരെ ഭർത്താക്കന്മാരായിട്ട് വെച്ചിട്ടുള്ള സ്ത്രീകളെ എനിക്കറിയാം. വേശ്യകളെ പറ്റിയല്ല, വേശ്യകൾ വേറെയുണ്ട്. അവർക്ക് പിന്നെ അന്നന്ന് ഓരോ പുരുഷൻ, അത് ചിലപ്പോൾ 900 കാണും. പക്ഷേ 6 പുരുഷന്മാരെ വരെ വെച്ചിട്ടുള്ള സ്ത്രീകളെ എനിക്ക് നേരിട്ട് അറിയാവുന്നുണ്ട്. ഇങ്ങനത്തെ സ്ത്രീകളെ നമ്മൾ സൂക്ഷിക്കണം. കാര്യം ഇവര് നിങ്ങളുടെ ജീവിതം കൂടെയാണ് ഇല്ലാതാക്കുന്നത്, പാഴാക്കി കളയുകയാണ്. നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ കുടുംബത്തില് നിങ്ങളുടെ മക്കള് ഒക്കെ നന്നായി വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടി നന്നാകണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇനി ഈ വീഡിയോയുടെ ഭാഗമായിട്ട് ഞാൻ ഈ കഥയിൽ പറഞ്ഞിട്ടുള്ള മറ്റു ചില കാര്യങ്ങളുണ്ട്. അതോടെ ആഡ് ചെയ്യുമ്പോൾ വീഡിയോ 10-15 മിനിറ്റ് മേളിൽ പോകും. എങ്കിലും നിങ്ങൾ അതോടെ കാണണം. കണ്ടെങ്കിലേ നിങ്ങൾക്ക് ബോധ്യമാകുള്ളൂ. നിങ്ങളെ പിന്നെ ചങ്ക് വലിച്ചു കയറി കാണിച്ചാലും നിങ്ങൾക്കൊന്നും ബോധ്യമാകില്ല. നിങ്ങൾ പറയുന്ന അല്ല ചിന്തിക്കുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ഇതൊന്നും ഞങ്ങളുടെ വീട്ടിൽ ബാധിക്കത്തില്ല. പക്ഷെ നിങ്ങളുടെ വീട്ടിൽ ബാധിക്കും. ഞാൻ ഇതിന് മുൻപിട്ട ഒരു വീഡിയോ ഉണ്ട്, നിങ്ങൾ ആ വീഡിയോ പരിശോധിക്കണം പോയി. ആ വീഡിയോയിൽ ഞാൻ വളരെ വ്യക്തമായിട്ടും കൃത്യമായിട്ടും പറഞ്ഞിട്ടുണ്ട്, പത്തനംതിട്ട ജില്ലയിൽ അടൂരില് പ്രായപൂർത്തിയാകാതെ 12-13 വയസ്സുള്ള പെൺകുട്ടികൾ പ്രസവിക്കുന്നത് ഒരു സ്ഥിരം സംഭവമായി മാറിയിട്ടുണ്ടെന്ന്. അപ്പോഴും നിങ്ങൾ പറയും, ഇതൊന്നും ഞങ്ങളുടെ കുടുംബത്തെ ബാധിക്കത്തില്ല. ഇതിനു മുൻപ് കൊറോണ കാലഘട്ടത്തില് ഈ കുട്ടികൾക്ക് ഫോൺ മേടിച്ചു കൊടുക്കാൻ നാട്ടിലെ നന്മമരങ്ങള് തുള്ളിച്ചാടി നടന്ന സമയത്ത് അന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു, അറിയുന്ന ആൾക്കാർ, അറിവുള്ള ആൾക്കാർ പറഞ്ഞിരുന്നു, നമുക്ക് അറിവുണ്ടെന്ന് നിങ്ങൾ അംഗീകരിച്ചറിയൊന്നും വേണ്ട. പക്ഷെ നമ്മളുടെ ചിന്തയിൽ നിന്ന്, എന്റെ ചിന്തയിൽ നിന്ന്, എന്നെ പോലുള്ള പലരും പറഞ്ഞിരുന്നു, കുട്ടികൾക്ക് ഈ ഫോൺ വാങ്ങിക്കൊടുക്കുന്നത്, സ്മാർട്ട് ഫോൺ വാങ്ങിക്കൊടുക്കുന്നത് നമ്മളുടെ ദുരിതത്തിലേക്കുള്ള യാത്രയുടെ ഭാഗമാണെന്ന്. നിങ്ങൾ ചിന്തിക്കണം. ഈ കൊറോണ കാലം മുതൽ ഇങ്ങോട്ടാണ് ഇത്ര വ്യാപകമായിട്ട് കേരളത്തിൽ മയക്കുമരുന്ന് ലഭ്യമായി തുടങ്ങിയത്, അല്ലേ? പിന്നെ സുഹൃത്തുക്കൾ തമ്മിൽ നിന്ന് കള്ളു കുടിച്ചിട്ട് കുത്തിക്കൊല്ലുന്നത് ഇപ്പൊ ഇത് 3ാമത്തെ കേസ് മറ്റേ ഇന്ന് വന്നിട്ടുണ്ട്. ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, നമ്മളുടെ നാട്ടിൽ കേരളത്തില് ഇനി മുൻപോട്ട് പ്രായപൂർത്തിയായി ചാകാം എന്നുള്ള പ്രതീക്ഷയിൽ ആരും ജീവിക്കരുത്. അതിന് പറ്റിയ സാഹചര്യമല്ല നമ്മളുടെ കേരളത്തിലേതെന്ന് അടിയനെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് നിർത്തുക.